ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാജയഭീതി, പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. മറ്റു പത്രങ്ങളുടെ പരസ്യത്തിൽ സന്ദീപിന്റെ ആ വിഷയങ്ങളോ അല്ലെങ്കിൽ സന്ദീപിന്റെ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ ഒന്നും വെച്ചുള്ള പരസ്യമല്ല. എല്ലാ പത്രത്തിലും ഒരേ ഉള്ളടക്കമായിരിക്കില്ലല്ലോ കൊടുക്കുക. പലതുണ്ട്. ചിലതിൽ പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട്. പല ഉള്ളടക്കങ്ങളല്ലേ അതിലുള്ളത്. പിന്നെ ഈ പറഞ്ഞതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളോടല്ല പറയേണ്ടത്, ഷാഫി പറയേണ്ടത് സന്ദീപിനോട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് മിനിമം അതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതിലവർക്കൊരു ആക്ഷേപമില്ല. അത് ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ RSSകാരനായി തന്നെ സന്ദീപ് വാര്യർ നിലനിൽക്കുന്നു. ആ സന്ദീപ് വാര്യരെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ആളുകൾ മനസ്സിലാക്കട്ടെ. BJP സ്ഥാനാർത്ഥിയുടെ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലും ഒക്കെ അവർ മുന്നിൽ വരും. CPMന്റെ കോട്ടകളെല്ലാം തകർന്നു വീഴും ഈ തെരഞ്ഞെടുപ്പിൽ. BJP സ്ഥാനാർത്ഥിക്ക് ഒരു യാഥാർത്ഥ്യബോധവും ഇല്ല എന്നതിന്റെ തെളിവാണ്. വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കാണാം, മാത്തൂർ കണ്ണാടി പഞ്ചായത്ത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടും എന്ന് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിലെ BJP കോട്ടകളിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കൊടി ഉയരും. വിദ്വേഷം വരുത്താൻ LDF ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഈ പത്രപരിസരം ഷാഫി പറഞ്ഞു പറയുന്നത്. അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത്? ഞങ്ങളാണോ നടത്തിയത്? സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത്? അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം, അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ? ഈ പരസ്യത്തിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന സന്ദേശക്കാരാണ്. ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ആദ്യം ഷാഫി പറമ്പിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതാണോ എന്ന അഭിപ്രായം തന്നെയല്ലേ ഷാഫി പറമ്പിലിനും? അതുകൊണ്ടല്ലേ മിണ്ടാത്തത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ചോദിച്ചോ? ഞാൻ പറയുന്നു, ബാബറി മസ്ജിദ് തകർത്തത് ജാംബവാനല്ല, നരസിംഹറാവുവാണ്. പാവം ജാംബവാനെ വെറുതെ വിടണം. കവാടങ്ങൾ തുറന്നു കൊടുത്തതും ജാംബവാനായിരുന്നില്ല, രാജീവ് ഗാന്ധിയായിരുന്നു. ശിലാന്യാസം അനുവദിച്ചതും അതിലും ജാംബവാൻ ഒരു പങ്കുമില്ല, രാജീവ് ഗാന്ധിക്കാണ് പങ്ക്. അതുകൊണ്ട് ജാംബവാനെ വെറുതെ വിടുക. അതെ, നിരപരാധിയാണ് ജാംബവാൻ.